കസ്റ്റഡി ചമഞ്ഞ് കോടികളുടെ തട്ടിപ്പ് നടത്തിയതിൽ തൃശൂർ കൊടുങ്ങല്ലൂർ ASIയെ കസ്റ്റഡിയിലെടുത്ത് കർണാടക പോലീസ്. ഷഫീർ ബാബുവിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. കർണാടകയിലെ രാഷ്ട്രീയ നേതാവിൽ നിന്ന് 4 കോടി രൂപ തട്ടിയെടുത്തെന്നാണ് കേസ്. 3 സുഹൃത്തുക്കളോടൊപ്പം ED ഉദ്യോഗസ്ഥനായി ചമഞ്ഞാണ് പണം തട്ടിയത്. അഖിലുണ്ട് വിവരങ്ങൾ നൽകാനായി. അഖിൽ, എങ്ങനെയാണ്, എവിടെ വെച്ചാണ് പ്രതിയെ പിടികൂടിയത്? അനീഷ, കൊടുങ്ങല്ലൂരിൽ നിന്നാണ് പ്രതിയെ കർണാടക പോലീസ് കസ്റ്റഡി എടുക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ച ശേഷമാണ് കർണാടക പോലീസ് കൊടുങ്ങല്ലൂരിലെത്തുകയും പ്രതിയെ കസ്റ്റഡി എടുക്കുകയും ചെയ്യുന്നത്. നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം ഈ 4 കോടി രൂപയുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയത്. ഇയാൾക്കൊപ്പം 3 സുഹൃത്തുക്കളും ചേർന്നിട്ടാണ് ഈ ED ഉദ്യോഗസ്ഥനാണെന്ന് ചമഞ്ഞ കർണാടകയിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കോടികൾ തട്ടിയെടുത്തു എന്നൊരു പ്രാഥമിക വിവരമാണ് കർണാടക പോലീസിന് ലഭ്യമാവുന്നത്. എന്തായാലും ഷഫീറിനെ ഇത്തരത്തിൽ കർണാടകയിലേക്ക് പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റ് നടപടികളൊക്കെ ശേഷം അവിടെ എത്തിയ ശേഷമായിരിക്കും കൂടുതൽ വിവരം ലഭ്യമാവുക. നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഈ 4 കോടി രൂപ തട്ടിയെടുത്തതിൽ ഒരു ASI ED ഓഫീസർ ചമഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണെന്നാണ് ഈ കേസിന്റെ ഗൗരവമൊക്കെ തന്നെ വർദ്ധിപ്പിക്കുന്നത്. നമുക്കറിയാം, നിരന്തരമായി തന്നെ ഈ ഫോൺ വിളിക്കുമ്പോൾ അടക്കം ഇത്തരത്തിൽ ED ചമഞ്ഞുള്ള തട്ടിപ്പുകളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായി ചമഞ്ഞ തട്ടിപ്പുകളെയൊക്കെ ശ്രദ്ധിക്കണം എന്നൊരു നിർദ്ദേശം ഒക്കെ ലഭിക്കാറുണ്ട്. അത്തരത്തിലൊരു തട്ടിപ്പിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ കടന്നിരിക്കുന്നു എന്നൊരു വിവരം വളരെ ഞെട്ടലുണ്ടാക്കുന്ന അല്ലെങ്കിൽ വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ASIയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഷഫീർ ബാബുവിനെ കർണാടക പോലീസ് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അനീഷ.